അമ്മനെ നമ്മ ഡാനിയൽ ഷാ ചത്തു പോയിട്ട് 2 മാസാச்சு. തുമ്പുമില്ലേ വാളുമില്ലേ, പിന്നെ എതുക്ക് இந்த പോലീസ്? എന്തിനാ സ്വാമി തുമ്പും പാലും? അങ്ങേരുടെ പാര രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. പെമ്പിള്ളാരെ കണ്ട അങ്ങേരുടെ ഒലിപ്പീര് കണ്ടാൽ മതി. പുതിയ ഡൽഹി പാർട്ടി ഫസ്റ്റ്. नहीं नहीं, जब आप इधर है तो मेरा काम कैसे खत्म होगा? How can you stop? ആനി അടുത്തുള്ളപ്പോൾ ജോലി ഒരിക്കലും തീരുകയില്ല. Yes. ഹലോ ഇൻസ്പെക്ടർ, ഈ കുപ്പികള് ആ സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. Line is engaged, sir. I'll get you, sir. Okay. Excuse me, madam. Yes, please. Could you get me 100? $100. 1 second. May I speak to DYSP? Miss Annie. Mrs. Annie. Oh, sorry, Miss Annie. ഓഫീസ് കഴിഞ്ഞാലുടൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഈ ബിൽഡിങ്ങിന് പുറകുള്ള റോഡിലാണ് എന്റെ സ്റ്റേഷൻ. By the way, I am Inspector പ്രേം നാരായൺ. വരട്ടെ, കാണാം. May I come in? Come in. Good evening, sir. Good evening. Sit down. വിവാഹിതയാണല്ലേ? അദ്ദേഹം എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്ന് വെച്ചാൽ വീട്ടിലിരിപ്പാണെന്ന് അർത്ഥം. ഗുഡ്. എനിക്ക് മിസ്സസ് ആനിന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഡാനിയൽ മരിച്ച ദിവസം അവസാനമായി ഇങ്ങോട്ട് ടെലിഫോൺ ചെയ്തതാരാണ്? ശരിയായി ഓർക്കുന്നില്ല, സർ. എന്നാലും ഏതോ ഒരു സ്ത്രീ ആയിരുന്നെന്ന് തോന്നുന്നു. There you are. കൊച്ചുണ്ണി, പോക്കറ്റിൽ നിന്ന് കയ്യറോ. താനെന്താ അവിടെ നിന്ന് കളഞ്ഞു വായി നോക്കി നിൽക്കുന്നു? എടുത്തെഴുത്. അപ്പോ എന്തായിരുന്നു അവരുടെ സംസാരം? സോറി, സർ. വേറൊരാൾക്ക് വരുന്ന ഫോൺ ഞാൻ കേൾക്കുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് ബോസിന് വരുന്നത്. കേൾക്കാൻ ശ്രമിച്ചു അല്ലേ? അതെങ്ങനെയാ സർ കേൾക്കാൻ ഇഷ്ടമില്ലാത്തപ്പോൾ ശ്രമിക്കുന്നത്? ഓ, ദാറ്റ്സ് റൈറ്റ്. താനെന്താ കുത്തി കുറിക്കുന്നത്? എന്നാൽ മിസ് ആനി പോയിക്കോളൂ. ശരി, സർ. മിസ് ആനി, ഒരു നിമിഷം. വിരോധമില്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന ആ കുപ്പിവളയിലും തരൂ.
കുപ്പിവള, പ്ലാസ്റ്റിക് വള. കൊള്ളാം. അപ്പോ ആനി പോയിക്കോളൂ, കാണാം. നീ എന്നെ പറ്റിച്ചില്ലൂടി പെണ്ണേ. ഇനിയിപ്പം മാറ്റിയില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാനില്ല. കാരണം തെളിവില്ല. ഒന്നുകിൽ കണ്ടവർ വേണം, ദൃക്സാക്ഷി, അല്ലെങ്കിൽ സാഹചര്യം നമ്മളത് ചെയ്തൊന്ന് തെളിയിക്കണം. ഇത് രണ്ടുമില്ല. ഞാൻ ജോലി രാജിവെക്കുകയാണ്. എവിടെ നോക്കിയാലും വൃത്തികെട്ടവർ. പോലീസിന് സംശയം കൊടുക്കണ്ട. വള കണ്ടുകിട്ടിയ അടുത്ത ദിവസം തന്നെ രാജിക്കത്ത് എന്നാരും പറയണ്ട. വറീത് മുതലാളിയല്ലേ? അതെ. ഞാൻ നീലഗിരി ബേക്കറീസിന്റെ ഉടമ മിസ്റ്റർ പി സി പേരോന്റെ പകരാണ്. പേര് ഗോപകുമാർ. ഓ, ദുബായിൽ നിന്ന് വന്നു. ഞാൻ ദുബായിലുള്ള ബിസിനസ് ഒക്കെ വിട്ടു. ഇപ്പോ ഇവിടെയുള്ള ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കിടാ. ഇത് എന്റെ മകൻ റോഷൻ, ബാംഗ്ലൂർ പഠിക്കുന്നു. ഹലോ ഹലോ. ഇരിക്കും. ഇതെന്റെ വൈഫ്, ഭാര്യ. ഓഹോ, ഇരിക്കണം. ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു 10,000 എഗ്സ്, 10,000 മുട്ടകൾ വേണം. നാളെ തന്നെ ഒരു ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നാളെ തന്നെ അയക്കാമല്ലോ. ശരി, അപ്പോൾ ഞങ്ങൾ വരട്ടെ. ശരി. See you, Mr. റോഷൻ. പിന്നെ ഫിക്സഡ് ഗ്രാമിൽ ഒട്ടും കുറയരുത്. താങ്ക് യു. രാമേന്ദ്ര, നാളത്തെ ഫസ്റ്റ് ട്രിപ്പ് നീലേരിക്ക് തന്നെ ആയിക്കോട്ടെ. ശരി സാർ. നമസ്കാരം സാർ. ഇൻവോയ്സ് അല്ലേ? ഇറങ്ങോ. ശരി. ഇറക്കാൻ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഐ എം റോഷൻ ഫ്രം റോഷൻ പൗൾട്രി. വരീദ് മുതലാളിയുടെ സണ്ണാണ്. ഓഹോ, വറീദ് മുതലാളുടെ മകനാണല്ലേ? ഇരിക്കൂ. കുടിക്കാൻ? നോ താങ്ക്സ്. ചെറുപ്പത്തിൽ കണ്ടതാ. ബാംഗ്ലൂരിൽ പഠിക്കാണല്ലേ? യാ, ഫൈനൽ മെഡിസിൻ. വെരി ഗുഡ്. I was going to meet my friend, you know. Then my father entrusted me something to give you. എന്തോ ഇൻവോയ്സ് ആണെന്ന് തോന്നുന്നു. ലോഡിന്റെ കാര്യം ഞാൻ വിളിച്ചു പറയാണ്ടിരിക്കായിരുന്നു. ഏതായാലും പേയ്മെന്റ് കയ്യോടെ കൊണ്ടുപോയിക്കോളൂ. ഓ നോ, അത് ഡാഡി വന്ന് വാങ്ങിക്കോളും. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഓക്കെ മിസ്റ്റർ റോഷൻ, ആ പഴയ ഒരു പേയ്മെന്റ് ബാലൻസ് ഉണ്ട്, അതും കൂടെ കൊണ്ടുപോയിക്കോളൂ. വെൽ 6,300. ഒരു 10,000 രൂപയ്ക്ക് വൗച്ചർ എഴുതിക്കോളൂ. പെൻ പ്ലീസ്. ആ, ഡാഡിക്ക് പുതിയ ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ലോഡ് വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഓ ഷുവർ ഷുവർ. 10,000. യെസ്, 10,000. അദ്ദേഹത്തെ പണ്ടേതോ ഒരു ആശുപത്രിയിൽ വെച്ചുള്ള പരിചയമാണ്. ആരുമില്ലാത്തൊരു കൊച്ചു പയ്യന് വേണ്ടി രാത്രികൾ ഉറക്കമൊഴിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ കിട്ടുന്നതെല്ലാം അച്ഛന്റെ ബാങ്കിൽ നിക്ഷേപിക്കലായി. തിരിച്ചെടുക്കാനല്ല, ആ കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ നാളെ ഞാൻ പറഞ്ഞതുപോലെ ആന ഇറങ്ങിയതും വീഴും. എങ്ങനെയുണ്ട് ഐഡിയ? നന്നായിരിക്കുന്നു. ബ്ലൂ ജാഗറാണല്ലേ? ഇതിന്റെ കമ്മലും ഉണ്ടോ? ഉണ്ടല്ലോ.
മോളെ താങ്ക്സ്. നമസ്കാരം. എന്താ? ഞാൻ കണിയാമ്പറ ഷട്ടേഴ്സ് വരാണേ. ഇവിടെ ഷട്ടറ സർവീസ് ചെയ്യണ്ടേ? അതെ അതെ, ചെക്കൻ പിടിച്ചിട്ട് അനങ്ങുന്നില്ല. ഒക്കെ ശരിയാക്കാണ്. ആ, എന്താ പേര്? ഞാൻ ദിലീപാണ്. ദിലീപേ, ഇത് സ്ഥലം ഇട്ടോളൂ. ഞാനാ ചെയ്തതാ. ഹൈ. എന്റെ വയറിനേക്കാൾ ഇവിടെ ഇവിടെ നല്ല സെറ്റ്. വരണം സാർ, അങ്ങോട്ട് പോയി കാണും സാർ. ഇതിലെങ്ങോട്ടാ പോയത്? എന്താണ് മുൻപ് പറഞ്ഞ ദിലീപിനെ പറ്റി എനിക്കൊന്ന് അറിയണം. ഇത് സാരമില്ല, അവളെ എനിക്കറിയാവുന്ന